അറ്റ് ദി ഏജ് ഓഫ് 26 ഞാൻ എൻ്റെ വീട് വിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനുള്ളത് എൻ്റെ ഈ ഒരു സ്റ്റുഡിയോ സ്പേസിലാണ്. ഇതൊരു 1 BHK സ്പേസാണ്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് അലമ്പായി കിടക്കുകയാണ്. സോ ഇത് റെഡിയാക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ കർത്തവ്യം. സോ ഈ ഒരു സ്പേസ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന വിൻഡോസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കുള്ളത് ഈ ഒരു ടേബിൾ, പിന്നെ ഈ ഒരു ടേബിൾ, 2 ചെയർസ്, പിന്നെ ആ ഒരു ടേബിൾ, പിന്നെ ഈ ഒരു സോഫ, പിന്നെ ഈ ഒരു ടേബിൾ, അതിൻ്റെ മേളിലിരിക്കുന്ന എൻ്റെ പുതിയ പ്രിൻ്റർ. സോ ഇത്രയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴെയുള്ളതെല്ലാം എൻ്റെ ആർട്ട് സപ്ലൈസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. സോ ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് അതിൻ്റേതായ സ്ഥലത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ അത് നമുക്ക് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് എൻ്റെ ബെഡ്റൂം സ്പേസാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. സോ ഞാനിപ്പോൾ ഈ ഒരു വിൻഡോയുടെ ജസ്റ്റ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ലൈറ്റിങ് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ലൈറ്റിങ് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തെടുക്കാം എന്നതായിരിക്കും നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യൂ ആണ്, ഇവിടുന്ന് കിട്ടുന്ന. സോ ഇത് ടോപ്പ് ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നല്ല വ്യൂ ആണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. കാണുന്ന കേബിൾ നമ്മുടെ വൈഫൈയുടെ ആണ്. മാക്സിമം ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ കേബിൾ കാണാത്ത രീതിയിൽ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേബിള് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതാകുമ്പോൾ എനിക്ക് ഇവിടെ പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടേബിൾ എന്ന് പറയുന്നത് ആ ഒരു പോർഷനിൽ സെറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ എക്സ്ട്രാ ഉണ്ട്, അത് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും. സോ ഈ ഒരു ടേബിൾ ഇവിടെ ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ, എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ നല്ല ടേബിളാണ് ഇത്. സോ അത് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് സെറ്റ് ചെയ്യണമെന്നാണ്. സോ അത് എവിടെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ. ബട്ട് ആ ഒരു ടേബിൾ ഉണ്ടല്ലോ അങ്ങേറ്റത്തെ, അത് നമുക്ക് അങ്ങനെ മൂലയ്ക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. മൂലയ്ക്കോട്ടാണ് പ്രിൻ്റർ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിപ്പോൾ അൺബോക്സ് ചെയ്ത് അവിടോട്ട് സെറ്റ് ചെയ്യാം. പിന്നെ വൈഫൈ ഒക്കെ അതിനനുസരിച്ച് ആ വയറൊക്കെ മാറ്റി സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഞാൻ പറഞ്ഞത് തന്നെ നമ്മൾ വൈഫൈ കേബിൾ അറേഞ്ച് ചെയ്തു. ഇവിടെ കേബിൾ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് ഇവിടെ എടുത്തു, ഇതിവിടെ പോയിന്റിൽ കൊടുത്തു, ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രിൻ്റർ അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിൻ്റർ റെഡിയാണ്. സോ പ്രിൻ്റർ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്, ക്യാനോൺ മെഗാ ടാങ്ക് G3770 എന്ന് പറയുന്ന ഒരു മോഡൽ. ഒരു സ്ക്രീനൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അതുപോലെ ഒരു പ്രിൻ്റൊക്കെ എടുത്ത് ഞാൻ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു വാളിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് എടുത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ പേപ്പർ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി പേപ്പർ നേരത്തെ ഞാൻ വിചാരിച്ചതിലും നേരത്തെ വന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ പേപ്പർ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്താണ് ഈ കടിച്ച് കീറിക്കണക്കിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ആക്ച്വലി ഡെലിവറി കിട്ടിയപ്പോൾ തന്നെ അത് അങ്ങനെയാണ് വന്നത്. പിന്നെ തിരിച്ചയക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അയച്ചില്ല. ആക്ച്വലി നിങ്ങൾ ഈ ബൾക്കായിട്ട് മറ്റേ 500 പേപ്പറൊക്കെ മേടിക്കുമ്പോൾ A4 500 പേപ്പറൊക്കെ മേടിക്കുമ്പോൾ കടയിൽ തന്നെ പോയി തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വലിയ ഡിസ്കൗണ്ടൊന്നും ഓൺലൈനിൽ ഇല്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനത് ഓർഡർ ചെയ്യാൻ നേരത്തെ മറ്റേ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുമല്ലോ. സോ അതിലങ്ങ് ഓർഡർ ചെയ്ത് പോയതാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് ഓൺലൈനിൽ നിന്ന് മേടിക്കത്തില്ലായിരുന്നു. പിന്നെ ഫോട്ടോ പേപ്പറിൻ്റെ ഞാൻ മേടിച്ചത് മറ്റേ കൊഡാക്കിൻ്റെ ഒരു A4 20 എണ്ണം വരുന്ന 200 GSM-ൻ്റെ ഗ്ലോസി പേപ്പർ, ഫോട്ടോ പേപ്പർ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ ഒരു ഗ്ലോസി ഡംബാലിയോ എന്ന് പറയുന്ന 50 എണ്ണം വരുന്ന 150 GSM-ൻ്റെ 50 ഷീറ്റ് വരുന്നത് മേടിച്ചിട്ടുണ്ട്. സോ ഇത് ഉപയോഗിച്ച് നോക്കട്ടെ. ഇത് ഞാൻ കുറഞ്ഞത് മേടിച്ചതാണ്. എന്തായാലും നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
സോ ഫൈനലി നമ്മുടെ സെറ്റപ്പ് ഇത്രയും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ പെൻടാബ് വാക്കോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. സോ ലാപ്പ് HP-യുടെ ഒമൻ എന്ന് പറയുന്ന ഗെയിമിംഗ് സീരീസ് ആണ്. പിന്നെ നമ്മുടെ പ്രിൻ്റർ, പിന്നെ എൻ്റെ ഹെഡ്സെറ്റ്. ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് ആയിരുന്നു, വാറണ്ടി ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ 2 സൈഡ് ഒടിഞ്ഞു പോയി. കാരണം വേറെ ഒന്നുമല്ല, അതും വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങി. സോ ഉറങ്ങിയപ്പോഴത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും 2 സൈഡ് ഒടിഞ്ഞു പോയി. പിന്നെ അത് ഞാൻ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേ ഉള്ളൊരു പ്രോബ്ലം. സോ ഇത്രയും ഇതിലാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതായിരിക്കും എൻ്റെ മെയിൻ ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ പുറകിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ കുറേ വയറുകളും കാര്യങ്ങളും കാണാൻ പറ്റും. സോ ഇവിടെ എന്തായാലും ഇങ്ങനെ നോക്കുമ്പോൾ കാണാത്തോണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു വയർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അത് ശരിയാക്കാം. ഇവിടെയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഇവിടെ കുറേ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാനുണ്ട്. സോ അത് നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഇനി പോസ്റ്റർ ഞാൻ ഒട്ടിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എനിക്ക് വേറെ ഐഡിയ തോന്നിയിട്ടുണ്ട്. സോ അത് ഞാൻ എനിക്ക് വഴിയെ പറഞ്ഞുതരാം. സോ അത്രയാണ് അവിടെ നിന്ന് വരുന്നത്. ഇനി നമുക്ക് ബാക്കി താണ്ട് ഇത്രയും സ്പേസ് കൂടെ കിടപ്പുണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട്. പക്ഷെ ഇതിപ്പോൾ കൺജസ്റ്റഡ് ആയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കട്ടെ. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ലേഔട്ടുകൾ മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എന്തായാലും തൽക്കാലം ഇതിങ്ങനെ പോട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ഹായ്, വീണ്ടും ഡൗട്ട്, ഇത് ഓക്കെ ആവോ? സോ എനിക്ക് 3 ടേബിൾ ഞാൻ കൊണ്ടുവന്നു. ഒരു ടേബിൾ എൻ്റെ ലാപ്പിനും കാര്യങ്ങൾക്കും വേണ്ടി, 2ാമത്തെ ടേബിൾ പെൻസിൽ ഡ്രോയിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട്, 3ാമത്തെ ടേബിൾ കട്ടിങ് ഇത് ക്രാഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു വർക്ക് ടേബിൾ അങ്ങനത്തെ ഒരു മീൻസ് കട്ടിങ് അങ്ങനത്തെയൊക്കെ ചെയ്യുമല്ലോ. ഇത് അവിടോട്ട് എടുത്തിട്ട് ഒരു L ഷേപ്പ് ഉണ്ടാക്കി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് പിന്നെ എനിക്ക് ഈ എൻഡിൽ നിന്ന് ഇടാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ട് കയറ്റി ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ടേബിൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടുവരണം. ഈ ഒരു L ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ബോർഡിൻ്റെ ഇത് മറ്റേ സ്റ്റീലിൻ്റെയൊക്കെയാണ്. എങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഇവിടെയും കാല് വെക്കാം, ഇവിടെ കാല് വെക്കാം. ഇതിങ്ങനെ തിരിച്ചിട്ടുണ്ട്, ഇവിടെയും കാല് വെക്കാം. അല്ലെങ്കിൽ ആ കാല് വെക്കുന്ന ലെഗ് സ്പേസ് പോയേനെ. സോ ഇതിപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും ഇത്ര ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റുഡിയോയുടെ അറേഞ്ച്മെൻറ്റ് ഞാൻ ഏകദേശം ഒന്ന് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളി കംപ്ലീറ്റഡ് അല്ല, ജസ്റ്റ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഏതൊക്കെ എവിടെയൊക്കെ വേണം എന്നുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തതേ ഉള്ളൂ. സോ ചിലപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിന് മാറ്റങ്ങളൊക്കെ വന്നേക്കാം. കാരണം ഇവിടെ ഒന്ന് ഇരുന്ന് വർക്ക് ചെയ്ത് നോക്കിയാൽ ഇതെങ്ങനെയാണ്, ഇത് കൊള്ളാവോ, ഈ ഒരു സെറ്റപ്പ് മതിയോ എന്നൊക്കെ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ തൽക്കാലത്തേക്കുള്ള നമ്മുടെ മോട്ടിവേഷൻ സെഗ്മെൻറ്റിലെ ഫൈനൽ പ്രിൻ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ പതുക്കെ വരുന്നുണ്ട്. സോ ഇതെന്ന് പറയാൻ നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ്. സോ ഐ എം എ ബിഗ് ഫാൻ ഓഫ് വിരാട് കോഹ്ലി. സോ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ മാത്രമല്ല, ലൈഫ് സ്റ്റൈലായാലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത്, എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കോഹ്ലി ഭയങ്കര ഇഷ്ടമാണ്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് അവസാനമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 3 പോസ്റ്റേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് എൻ്റെ ലാപ്പിൻ്റെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ തന്നെയാണ്. പിന്നെ ഇത് ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. മേക്കിംഗ് മിസ്റ്റേക്ക് ഈസ് ബെറ്റർ ദാൻ ഫേക്കിംഗ് പെർഫെക്ഷൻ. ഞാൻ എപ്പോഴും പെർഫെക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ അതൊന്ന് മാറ്റാനായിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. പിന്നെ റൂൾ യുവർ മൈൻഡ് ഫോർ ഇറ്റ് വിൽ റൂൾ യു. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മൈൻഡ് അങ്ങോട്ടെങ്കിലൊക്കെ പോകും. ഇത് രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ അവസാനമായിട്ടുള്ളത് ഈ ഒരു ഇതാണ്. ഒരു സെൽഫ് ബിലീഫ് ആൻഡ് ഹാർഡ് വർക്ക് വിൽ ഓൾവേസ് ഏൺ യു സക്സസ് എന്ന് പറയുന്ന ഈ ഒരു കോട്ട് വെച്ചിട്ട് ഉള്ളൊരു പ്രിൻ്റാണ് അതെന്ന് പറയുന്നത്.
സോ അതും നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ അത്രയാണ് ആ ഒരു മോട്ടിവേഷൻ സെഗ്മെൻറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന ട്രെൻഡുകൾ എന്ന് പറയുന്നത്. ഞാൻ മോട്ടിവേഷനൊക്കെ ഒട്ടിക്കാൻ കാരണം എന്ന് പറയുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ബോറടിക്കും കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ. സോ അന്ന് ആ ഒരു സമയത്തേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് നോക്കുമ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ്. സോ ആദ്യത്തെ ഒരു പോസ്റ്ററായിട്ട് ഇത് ഇവിടെ മൂലയ്ക്ക് സെറ്റാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടേപ്പിൻ്റെ എത്ര 1 ഇഞ്ചാണോ എനിക്കറിയത്തില്ല, 3/4 ഇഞ്ചാണോ ഓർമ്മയില്ല. എന്തായാലും ഈ ഒരു ടേപ്പിൻ്റെ ഇതിലായിരിക്കും നമ്മൾ മുകളിലും സൈഡിലും പിന്നെ സെൻറ്ററിലും ഈ ഒരു ഇത് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഈ കാണുന്ന എല്ലാം ഒട്ടിക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോയിലോട്ട് മാറിയിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞിരിക്കുന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വഴിയാണ് കമ്മീഷൻ ആർട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഞാനും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തന്നെ ആയിരുന്നു. കമ്മീഷൻ ആർട്ട് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലെത്തിയത്. സോ ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മീഷൻ വർക്ക് തന്നെയാണ്. അതാണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സോ ഞാൻ പെൻസിൽ ഡ്രോയിങ് തുടങ്ങി, പിന്നെ അത് കളർ പെൻസിലോട്ടായി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മീഡിയ പഠിച്ചപ്പോഴത്തേക്കും ഡിജിറ്റൽ ആർട്ടിലോട്ടായി. ഇപ്പോൾ കൂടുതൽ ഞാൻ ഡിജിറ്റലാണ് ചെയ്യുന്നത്, കാരണം അത് നമുക്ക് കുറേ ടൈം ലാഭിക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാനൊരു ട്രാൻസിഷനിലോട്ട് എത്തിയെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കാൻ നേരത്ത് ഫുള്ളി ഡിസൈനിങ് പഠിച്ചുകൊണ്ട് ഫുള്ളി കമ്പ്യൂട്ടറുള്ള വർക്കായതുകൊണ്ടും ആ ഒരു എളുപ്പത്തിന് വേണ്ടി സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഡിജിറ്റൽ മീഡിയയിലോട്ട് മാറിയത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടാൽ മതി. നമ്മളിപ്പോൾ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ SH ആണ് ഇരിക്കുന്നത്. ഇത് കൂടിയ സാധനമാണ്, പേപ്പർ ഒട്ടിക്കുന്നതല്ല, പക്ഷേ നല്ല പശയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് നമുക്ക് ഒട്ടിക്കാം. സോ ആദ്യത്തെ പണി അതാണ്. ഇങ്ങനെ നിങ്ങൾ 2 എണ്ണം ജോയിൻ ചെയ്ത് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു എഡ്ജിൽ നല്ല കണക്ക് പശ ആക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ. ടാസ്ക്കാണ്. വിചാരിച്ച പോലെ സീംലെസ് ആയിട്ട് കിട്ടിയില്ല, ചെറിയ രീതിയിൽ കറക്റ്റായിട്ട് വെച്ചില്ല, അതുകൊണ്ട് പറ്റിയൊരു പ്രശ്നമാണ്. ഇതിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഇതൊക്കെ മതി. എൻ്റെ നെയിം ബോർഡ് കണക്ക് വന്നോളും. ഇവിടെ ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി ഇതെടുത്ത് ഇവിടോട്ട് സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ പണി. സോ അതിലേക്ക് പോകാം. ആദ്യം ഫോം ബോർഡ് വെച്ചിട്ട് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒട്ടിച്ച് നോക്കാം. എന്നിട്ട് അത് ഇവിടെ ടെമ്പററി ആയിട്ട് വെച്ച് എടുത്തു മാറ്റി ആ ഒരു ടൈപ്പ് സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ വന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ സീൽ മാത്രം ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ബട്ട് അത് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഫോം ബോർഡ് എന്ന് പറയുന്നത്. ഇത് 6 mm ആണ്. സോ ആ ഒരു ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഷേപ്പിൽ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിപ്പോൾ അതിനകത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടൊരു ഇതായിട്ട് വരും. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3D കണക്ക് ചെയ്യാനായിട്ടാണ്. സോ അതായത് ബോർഡർ ഇങ്ങനെ പൊങ്ങി 3D ഷേപ്പിലിരിക്കുന്നതാണത്. നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, അകത്ത് ഇത്രയും ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. സോ ഇനി ഇതിനകത്തോട്ട് ഇതിങ്ങനെ ഇറക്കി വെക്കുക എന്നുള്ളതാണ്. സോ അതിന് മുന്നേ നമുക്ക് വേണ്ട ഇവിടെ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതങ്ങ് വെട്ടിക്കളയാം. ആൻഡ് ഫൈനലി ആ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, ഇതിൻ്റെ മേളിലൊരു സ്റ്റിക്കറുണ്ട്, അത് കളയണം. ഫൈനലി ഐ ഡിസൈഡ് ടു ഗോ വിത്ത് ദി വൺ ആൻഡ് ഓൺലി ഡബിൾ സൈഡ് ടേപ്പ്. കാരണം ഇത് ഫിക്സ് ചെയ്ത് തന്നെ വെക്കാം. കാരണം ഇതിൻ്റെ നമ്മൾ ബാക്കിലും ബോഡി ചെയ്തപ്പോഴത്തേക്കും ടോട്ടലി ഉള്ള വെയിറ്റ് കൂടി പോയി. ആദ്യത്തെ പ്ലാൻ അത് ഹോളോ ആക്കാനായിരുന്നു, ബട്ട്
പിന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ ആയതാണ്. സോ എന്തായാലും ഞാനിപ്പോൾ 4 സ്ട്രിപ്പ് ഇങ്ങനെ നീളത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. മണ്ടത്തരവേ കാണിക്കും. ടേബിളിൽ ഇട്ട് ചേച്ചി കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് ഇടപെട്ടുകൊണ്ട് അതൊരു ഡിസാസ്റ്റർ ആയില്ല. സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നെയിം ബോർഡ് വന്നിട്ട് ക്രിയേറ്റർ ബി സ്റ്റുഡിയോസ്. പിന്നെ നമ്മൾ അന്ന് ചെയ്ത കോഴ്സ്, പിന്നെ ബാക്കിയുള്ള സ്പേസ് പ്ലാൻ ചെയ്ത് ചെയ്യാം. നമ്മുടെ കയ്യിൽ ടൈം കിടപ്പുണ്ട്. സോ ഇവിടെ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറേ കോഡ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സ്പേസ് ഒന്ന് ഫില്ല് ചെയ്യണം, ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കളർഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. സോ ഇത് ആ ഒരു സ്ഥലത്തിന് അറേഞ്ച് ആവുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. സോ അത് പ്രിൻ്റ് കൊടുത്തു, പ്രിൻ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ഒരു വര വീഴുന്നുണ്ട്. അതിപ്പോൾ കളറിൽ എടുത്താലും ഒരു കുറേ വരയായിട്ട് ഈ പ്രിൻ്ററിൻ്റെ ആ റോളറാണെന്ന് തോന്നുന്നു. ആ ചെറിയ ഒരു ഗ്യാപ്പിലൊരു വര കണക്കിങ്ങനെ വീഴുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ പ്ലെയിൻ പേപ്പറിലും വീഴുന്നുണ്ട്. സോ അതിനെപ്പറ്റി അറിയാവുന്നവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. ചിലപ്പോൾ കുറച്ച് നാൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ ഞാനിപ്പോൾ നോർമൽ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്, ഗ്ലോസി പേപ്പർ യൂസ് ചെയ്തില്ല. അത് യൂസ് ചെയ്യാഞ്ഞത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് അവിടെ ജസ്റ്റ് അത്രയും പോർഷൻ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ എന്തെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ ചെയ്തത്. സോ ഇത് മതിയെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റേ ഫോട്ടോ പേപ്പർ നമുക്ക് അതിന് ഒരുപാട് യൂസ് വരുന്നുണ്ട്. കാരണം ഈ ഒരു വാൾ ഇനിയും സ്പേസ് കിടപ്പുണ്ട്, ഈ ഒരു വാളിൽ സ്പേസ് കിടപ്പുണ്ട്, ഈ ഒരു വാളിൽ സ്പേസ് കിടപ്പുണ്ട്, ഈ ഒരു ഡോറിൽ സ്പേസ് കിടപ്പുണ്ട്. സോ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വാളിൽ ഞാൻ പെയിൻറ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ റെൻഡഡ് സ്പേസ് ആയതുകൊണ്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്നില്ല. ഇത് കണക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഡിസൈൻ എന്തെങ്കിലും ഞാൻ ചെയ്താലും അതും ഇത് കണക്ക് പ്രിൻ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. സോ എന്തായാലും ഞാൻ എടുത്ത പ്രിൻ്റുകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇല്ല, എല്ലാം കൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് താഴോട്ട് വെക്കാം. ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഒരിതാവും. ഇനി നമുക്ക് ഇത് വൈറ്റ് മാറ്റി ഒട്ടിച്ചിട്ട് മൊത്തത്തിൽ ഒട്ടിച്ചിട്ട് അതിനെ എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഒരു സ്കെയിൽ മേടിച്ചായിരുന്നു. മറ്റേ സ്റ്റീലിൻ്റെ സ്കെയിലാണ് മേടിച്ചത്, 45 സെൻറ്റിമീറ്റർ. സോ അതുകൊണ്ടിപ്പോൾ പണിയൊക്കെ കട്ടിങ് നമുക്ക് എളുപ്പമായിരിക്കും. സോ ആ ഒരു വൈറ്റ് സ്പേസ് കളഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് എല്ലാത്തിൻ്റെയും വൈറ്റ് കട്ട് ചെയ്യണം. സോ ഞാനത് കട്ട് ചെയ്യട്ടെ. കട്ടിങ് പരിപാടി കഴിഞ്ഞു, ഇനി ഒട്ടിക്കൽ പരിപാടിയാണ്. അതാണ് ഏറ്റവും പാടുള്ളത്. സോ അത് ചെയ്തിട്ട് വരാം. കംപ്ലീറ്റ് സെറ്റിലെ പശ മേടിക്കണം.
കയ്യിലെല്ലാം ആവുകയും ചെയ്യും. ഭയങ്കര സ്ട്രോങ്, നീക്കാനുള്ള ഒരു അവസരം പോലും തരത്തില്ല. അത് സൂക്ഷിച്ച് ഒട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. മീൻസ് ചെറിയൊരു ഇത് വന്നാൽ തന്നെ അവിടെ ഒരിത് പറ്റും. സോ നിങ്ങളുടെ വീട്ടിൽ എക്കോ പ്രിന്റർ ഉണ്ടെങ്കിലും ഇത് കണക്കുള്ള ബാനേഴ്സ് ഒക്കെ ചെയ്തെടുക്കാം. ഇതെടുത്ത് ഇതിൻ്റെ പുറകിൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് കണ്ടേ, ഇങ്ങനെയാണ് വരുന്നത്. സോ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കണ്ടോ. ഓക്കെ, ഫൈനലി അത് കംപ്ലീറ്റ് ചെയ്താണ്. ബാറ്ററി ഹീറ്റായിട്ട് ഓഫായിപ്പോയി. സോ എന്തായാലും ഇപ്പോൾ അത് ഞാൻ അവിടെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ടേബിളിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അധികം കുഴപ്പമില്ല, ഷൈനി അല്ല. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഒരു പ്രിൻ്റ് എടുത്തത് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ വാൾപേപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇമേജാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ അനിമേഷൻ മൂവിയിലെ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പ്രിൻ്റ് കൂടെ എടുത്ത്, ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് വർക്കാണ്. പണ്ട് ചെയ്തതാണ്, ബട്ട് സ്റ്റിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് വർക്കാണ്. അതും നമുക്ക് ഇവിടെ ഒരു ഫ്രെയിമാക്കി ഇവിടെ എല്ലാം ചെയ്യണം. സോ ഇതും ഇത് കണക്ക് ഈ ഒരു സൈഡിലും എല്ലാം ചെയ്യണം. ഈ ഒരു സാധനവും അതും ഇവിടെയൊക്കെ റെഡിയാക്കണം. പിന്നെ ബാക്കി മേളിലോട്ടുള്ള അടുത്ത് കൂടെയൊക്കെ ഒട്ടിച്ച് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കണം. പിന്നെ എനിക്ക് അടുത്ത മാസം കറക്റ്റായിട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു കലണ്ടർ റെഡിയാക്കണം. സോ ഒരു കലണ്ടർ വലിയൊരു രീതിയിൽ വലിയൊരു സ്കെയിലിൽ കലണ്ടർ റെഡിയാക്കിയിട്ട് നമ്മളിപ്പോൾ ഈ വലിയൊരു ഇത് ഒട്ടിച്ച കണക്ക് ഈ ഒരു ഇവിടെ ഇങ്ങനെ വലുതായിട്ട് ഒരു കലണ്ടർ കണക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഇവിടെ വെച്ചിരുന്നത് അവിടെ നിന്ന് ഇളക്കി 2 ഫോട്ടോയും കൂടെ ഒരുമിച്ച് വരണമെന്ന് വിചാരിച്ചു. സോ ഇത് ഇവിടോട്ട് ഇരുന്നോളൂ. സോ ജസ്റ്റ് അതവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല. രാവിലെ കുറച്ച് സമയം എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം പോകുന്നുണ്ട്. സോ അതുകൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതുകൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം. അത് പ്ലാനായിട്ട് തന്നെ നടക്കുവാണ്. ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഒരു പിൻട്രസ്റ്റ് സ്റ്റുഡിയോ, ആ ഒരു ആർട്ട് സ്റ്റുഡിയോ, അങ്ങനെ കുറച്ച് കാണാൻ ഒരു ഇതാവുന്ന രീതിയിലോട്ട് ഇതിനെ മാറ്റിയെടുക്കണം. ഇതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് പ്രിൻ്റ് എടുത്ത് വെച്ചു. സോ പ്രിൻറ്റിങ് ഒക്കെ സെയിം ആയതുകൊണ്ടും ബാക്കി പ്രോസസ്സെല്ലാം സെയിം ആയതുകൊണ്ടും ഞാൻ ഇത്രയും പോസ്റ്റേഴ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതുപോലത്തെ 5 പോസ്റ്റേഴ്സാണ് ബാക്കിയുള്ളത്. സോ ഇത് സെൻറ്റർ പീസ് ആക്കി വെച്ചുകൊണ്ട് ബാക്കി 2 സൈഡിലോട്ട് 2 എണ്ണം വെച്ച് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അവിടെ അധികം കൺജസ്റ്റഡ് ആക്കുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി അടുപ്പിച്ച് വെച്ചപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് മേളിൽ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് തന്നെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് 5 പ്രിൻ്റാണ് എടുത്തേക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. എത്ര ഗ്യാപ്പ് ഇട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചില്ല. എന്തായാലും സെൻറ്ററിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് ബാക്കി ഗ്യാപ്പുകൾ നോക്കി അതിനനുസരിച്ച് വെക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആ ഒരു 5 പോസ്റ്റേഴ്സ് നമ്മൾ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇത്രയും ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വേറൊരു പോസ്റ്റർ കൂടെ ഞാനിതാണ് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി എക്സ്ട്രാ ഇതാണ് മെയിൻ പോസ്റ്റർ. അതിൻ്റെ ബാക്കി എക്സ്ട്രാ വന്നെടുത്ത് ഞാൻ വേറെ 2 ഫോട്ടോ വെച്ച് സെറ്റാക്കി. സോ ഇനി അത് ഒന്ന് പ്രിൻ്റ് എടുക്കണം. അത് പ്രിൻ്റ് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. സോ അപ്പോഴത്തേക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡിയായി കിട്ടും. ഇതിവിടെ കറക്റ്റ് സ്ക്വയറായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിക്കണം.
അത് ഫിനിഷായി. ഇനി നമ്മുടെ കയ്യിൽ ഇത്രയും പ്രിൻ്റുകൾ കൂടി ഇരിപ്പുണ്ട്. സോ ഇതുകൂടെ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്താൽ കൊള്ളാം. ആൻഡ് ഇതൊരെണ്ണം ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ ഈ ഒരു വാൾ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. മേളിലത്, ഇവിടെ ഇത്, ഈ ഒരു ഇത്.